ഞാൻ വചനത്തിലേക്ക് പോവാണ്. അല്പസമയമാണ് വചനം പറയാൻ പോകുന്നത്. ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് ആത്മാവ് തന്ന ഒരു സന്ദേശം, ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശം. ആ ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശം എന്നത് ഒരു ദൈവിക സ്വഭാവമാണ്. ആ സ്വഭാവം ദൈവം ജനത്തോട് വാഗ്ദത്തം ചെയ്യും. അല്ലെങ്കിൽ കേവലം വാഗ്ദത്വമല്ല, അതിനെ സ്വല്പം കൂടെ ക്വാളിഫൈ ചെയ്ത് പറയണം, ജനത്തിന് ഉഭയസമ്മതം നൽകും. God enters into covenant with his people. God is a covenant making, covenant keeping, covenant fulfilling God. നമ്മുടെ ദൈവം ഉഭയസമ്മതം ചെയ്യുന്നു. ആ ഉഭയസമ്മതം ദൈവം പാലിക്കുന്നു. ആ ഉഭയസമ്മതം ദൈവം നിവർത്തിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, പുറപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 19 അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ, എക്സോഡസ് chapter 19 verse 5 and verse 6. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. അങ്ങനെയാണ് ഈ ജനത്തെ എടുത്തത്. ദൈവം പറഞ്ഞ വാക്ക് കേൾക്കും, ഭൂമിയെല്ലാം എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും എൻ്റേതാണ്. ഞാനുണ്ടാക്കാത്ത മനുഷ്യരാരും ഭൂമിയിലില്ല. പക്ഷെ നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്തായിരിക്കും, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വമായിരിക്കും. അതാണ് ദൈവം ആ ജനത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പം ദൈവവും ജനവും തമ്മിൽ ഒരു പ്രത്യേക ബന്ധത്തിലേക്ക് പ്രവേശിക്കുക. എന്താണ് അടിസ്ഥാനം? നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ, കണ്ടീഷണൽ. ഇതിനെയാണ് കവനന്റ് എന്ന് പറയുന്നത്. രണ്ട് പാർട്ടികൾ തമ്മിൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പ്രവേശിക്കുന്ന ബന്ധം, സ്ഥിരമായിട്ടുള്ള ബന്ധം. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ദൈവം മനുഷ്യനുമായി പ്രവേശിക്കും. അല്ല, ദൈവം വലിയൊരാൾ സ്വർഗത്തിൽ ഇരിക്കുന്നു, ഭൂമിയിലെ മനുഷ്യർ കുറേ പേർ അവിടുത്തെ സേവിക്കുന്നു എന്ന് പറയുന്ന ഒരു നിലയല്ല ഈ ദൈവത്തിന്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം മനുഷ്യരുമായി നേരിട്ടുള്ള ബന്ധത്തിൽ വന്ന്, ഉഭയസമ്മതത്തിൽ വന്ന്, എഗ്രിമെൻറ്റിൽ വന്ന് ഒരു ബന്ധം ആരംഭിച്ചിരിക്കുന്നു. അതാണ് പഴയ നിയമ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം. ആ പറഞ്ഞ കാര്യം, അതിന് നിവൃത്തിയാണ് പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൽ സംഭവിച്ചത്. എന്താണ് 24 അധ്യായത്തിൽ സംഭവിച്ചതെന്നറിയാമോ? ദൈവം 19 അധ്യായത്തിൽ വന്നിങ്ങനെ ഇറങ്ങി വന്ന് പറഞ്ഞു. 20 അധ്യായത്തിൽ മലമുകളിൽ ദൈവം ഇറങ്ങി, സീനായി മലമുകളിൽ ഇറങ്ങി, എല്ലാവരും കാണുക ഇറങ്ങി. മോശയെ വിളിച്ച് മലയുടെ മണ്ടയ്ക്ക് കൊണ്ടുപോയി. മനുഷ്യരങ്ങനെ ജീവിക്കണമെന്നുള്ള 10 കൽപ്പന ദൈവം തന്നെ വിരൽ കൊണ്ട് എഴുതി മോശയുടെ കൊടുത്തു. അത് ചുരുക്കം. അതിൻ്റെ വിശദീകരണം ദൈവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എല്ലാ ഇസ്രായേലും കേക്ക്, ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിൽ. ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ജനം മുഴുവൻ അന്നേരം നിൽക്കുകയാണ്. അപ്പം അവരോട് സകലരും കേക്ക വിളിച്ചു പറഞ്ഞു. മനുഷ്യർ പേടിച്ചുപോയി. മനുഷ്യർ ദൈവത്തോട്, മോശയോട് പറഞ്ഞു, ദൈവം ഇങ്ങനെ ഞങ്ങളോട് സംസാരിക്കരുത്, സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അത്ര ഭയങ്കര ശബ്ദം, ഭയങ്കര ഇടിമുഴക്കം, ഭയങ്കര മഹത്വം. അപ്പോൾ മോശ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളെ കൊല്ലാൻ വന്നതല്ല, ദൈവഭയം നിങ്ങളിൽ ഉണ്ടാകാൻ ഇത്തരത്തിൽ വെളിപ്പാട് നൽകിയതാണ്. അങ്ങനെ വിശദമായി പറഞ്ഞ കാര്യങ്ങൾ 10 കൽപ്പന ഒഴികെ ബാക്കിയുള്ളത് മോശ എഴുതി പുസ്തകത്തിൽ എഴുതാൻ ദൈവം പറഞ്ഞു. എഴുതി താഴെ കൊണ്ടുവന്നു, ജനത്തിനെ കൊണ്ടുവന്ന് 24 അധ്യായം ഇത് വായിച്ച് കേൾപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാന തത്വം പുറപ്പാട് ലേവ്യ പുസ്തകം 19 അധ്യായത്തിൽ പറയുന്ന പോലെ ആവർത്തിച്ച് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകും. ഒന്നുകൂടെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് ദൈവം പറയുന്നു. ദൈവം പറയുന്നു, നിങ്ങൾ എനിക്ക് ഒരു പ്രത്യേക സമ്പത്തായി എൻ്റെ ജനമായിരിക്കും. എന്ത് ചെയ്താൽ?
എൻ്റെ നിയമം പ്രമാണിച്ചാൽ, എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. ആ കൽപ്പനകൾ വായിച്ച് കേട്ട ജനം, നാം വായിക്കുന്നത്, ഏക സ്വരത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഇതനുസരിച്ച് ജീവിച്ചോളാം. അതാണ് എഗ്രിമെന്റ്. ദൈവം, പരമാധികാരിയായ ദൈവം, സൃഷ്ടിച്ച ദൈവം, നടത്തുന്ന ദൈവം, പുലർത്തുന്ന ദൈവം, ന്യായാധിപതിയായ ദൈവം, രാജാവായ ദൈവം, ആ ദൈവം അവിടുത്തെ ഹിതം വെളിപ്പെടുത്തുന്നു. ആ ഹിതം കേട്ട ജനം, ആ ജനം വായി തുറന്ന് ഹൃദയപൂർവ്വം ഏറ്റുപറയുന്നു, ഞങ്ങൾ ഇത് അനുസരിച്ച് ജീവിച്ചോളാം. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാഗമൃഗത്തെ അറുത്ത് യാഗം കഴിക്കുന്നത് കൂടാതെ ആ രക്തമെടുത്ത് ജനത്തിൻ്റെ മേൽ തളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ഈ എഗ്രിമെൻ്റ് ഉറപ്പിക്കാൻ ചെയ്ത വഴിയാണത്. രക്തം കൊണ്ട് ഉറപ്പിച്ചു. ചില പാർട്ടികൾ, ചില സമൂഹങ്ങൾ രക്തമെടുത്ത് ഒപ്പിടണം. എഗ്രിമെൻറ്റിന് രക്തമെടുത്ത് അവരുടെ വിരൽ മുറിച്ച് രക്തമെടുത്ത് ഒപ്പിടണം. അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും ഇത് മാറില്ല എന്നതാണ്. അങ്ങനെ നിയമം ചെയ്ത ഈ ജനവുമായി ദൈവം പ്രത്യേക ബന്ധത്തിൽ പ്രവേശിച്ചു. അഖിലാണ്ടത്തിൽ വേറൊരു കൂട്ടരുമായി ദൈവം അങ്ങനെ ഒരു ബന്ധത്തിൽ പ്രവേശിച്ചിട്ടില്ല. മാറിക്കൂടാത്ത നിയമം, ഒന്നുകൂടെ പറയുന്നു, മാറിക്കൂടാത്ത നിയമം. ഈ ജനം തെറ്റ് ചെയ്തു, ഈ നിയമത്തിൽ നിന്നില്ല. ദൈവം അവരെ ശരിക്കും തള്ളിക്കളഞ്ഞു. അവർ കൊടുത്ത നാട്ടിൽ നിന്ന് അവരെ ഓടിച്ചു കളഞ്ഞു. തിന്മ ഒരുപാട് സംഭവിച്ചു. എന്നിരിക്കലും കേൾക്കൂ, പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുവിനെയും തള്ളിയവർ, അവരുടെ മശിഹ രക്ഷകൻ എന്നാണ്, യേശുവിനെയും തള്ളി. യേശുവിനെയും തള്ളിയത് കൊണ്ട് ദൈവം അവരെ തള്ളി. എന്നാലും പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? ദൈവം അവരെ എല്ലാ കാലത്തേക്കും തള്ളിക്കളഞ്ഞിട്ടില്ല. തൽക്കാലത്തേക്ക് അവരെ തള്ളി. അവരെ അവിശ്വാസ നിമിത്തം ദൈവം അവരെ തള്ളിക്കളഞ്ഞെങ്കിലും അവരോട് പണ്ട് ചെയ്ത നിയമമുണ്ടല്ലോ, ആ രക്തമെടുത്ത് ഉറപ്പാക്കിയ നിയമമുണ്ടല്ലോ, അത് നിമിത്തം ഇനി ഒരു ദിവസം വരുന്നു. ആ നിയമം പാലിക്കാൻ ദൈവം ഇറങ്ങി വരുന്നൊരു ദിവസം. അന്ന് ഈ ജനം യേശുവിനെ നോക്കിയിട്ട് കാണും. യേശുവിനെ അന്ന് ക്രൂശിക്കപ്പെട്ടവനായി അവനെ കാണും. കയ്യിൽ ആണിപ്പഴുതോടെ കാണും. ആകാശമേഘത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അതുവരെ അവർ വിശ്വസിച്ചില്ല, ഇന്നും വിശ്വസിക്കുന്നില്ല ദൈവത്തെ ക്രൂശിക്കാൻ പറ്റുമെന്ന്. പക്ഷേ അവർ ക്രൂശിച്ചവൻ രക്ഷകനാണെന്നും മശിഹയാണെന്നും ബോധ്യമാകത്തക്കവണ്ണം സകല ജനവും കാണുക ആരവാരത്തോടെ ഇറങ്ങി വരുന്ന നേളിൽ അവർ നേരിട്ട് കണ്ട് വാവിട്ട് കരയും, അലറിക്കരയും. അന്ന് ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതിന് പകരം, അവർ തോറ്റതിന് പകരം ജാതികളിൽ നിന്നൊരു കൂട്ടത്തെ എടുക്കാൻ ദൈവത്തിന് മനസ്സായി. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വന്നത്. നമുക്കിതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. നമ്മളെ അന്യജാതിക്കാർ എന്ന് വിളിച്ചിരുന്നവരാണ്. നിങ്ങളാരും യഹൂദകുലത്തിൽപ്പെട്ടവരല്ല, ഞാനും യഹൂദകുലത്തിൽപ്പെട്ടവനല്ല. നമ്മൾ മറ്റ് ജാതികളിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം നിമിത്തം നമ്മെ പ്രത്യേക ജനമായിട്ടെടുത്തിട്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് അവസാനം പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ടോ? മത്തായി സുവിശേഷം 26-ാം അധ്യായം 27-ാം വാക്യം. അവണ്ണം തന്നെ അത്താഴം കഴിച്ച ശേഷം അവൻ പാനപാത്രവും എടുത്തു, എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഒരു പുതിയ നിയമം സ്ഥാപിച്ചു. ആരോട് സ്ഥാപിച്ചു? അന്ന് ഇസ്രയേലിനോട് ചെയ്തതുപോലെ നിങ്ങളൊരു ദിവസം, ഞാനും ഒരു ദിവസം ഏറ്റു പറഞ്ഞില്ലേ, യേശുവേ അങ്ങ് ദൈവമാണ്, അങ്ങ് കർത്താവാണ്, അങ്ങൻ്റെ രക്ഷകനാണ്, എൻ്റെ ആയുസ് മുഴുവൻ അങ്ങയെ സേവിച്ചോളാം എന്ന് ഏറ്റു പറഞ്ഞ ഒരു സംഘം ജനമുണ്ട്. അവരോട് നിയമം ചെയ്ത നിയമത്തിൻ്റെ പേരാണ് ഈ പുതിയ നിയമം. അവിടെ രക്തം തളിച്ചത് മൃഗത്തിൻ്റെതല്ല, യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി. ആ രക്തം ഇന്ന് അന്തരംഗത്തിൽ തളിച്ച ഒരു കൂട്ടം ജനമുണ്ട്. അതാണ് സാക്ഷാൽ ദൈവത്തിൻ്റെ ജനം.
നിങ്ങൾ ഉഭയസമ്മതം ചെയ്ത ജനമാണ്, ബന്ധത്തിൽ വന്ന ജനമാണ്. എന്താണ് ആ ബന്ധമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ തറപ്പിച്ചു പറയുന്നു. അങ്ങ് ദൈവമാണ്, അങ്ങ് പറയുന്നത് മുഴുവൻ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം എന്ന് വാക്കു പറഞ്ഞ ജനം. ഈ വാഗ്ദത്തം ദൈവം പാലിക്കും എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. വേദപുസ്തകം മുഴുവൻ നോക്കിയാൽ ദൈവം ചില മനുഷ്യരോട് നേരിട്ട് വന്ന് ഇത്തരത്തിൽ നിയമം ചെയ്തു. ഇത് സമൂഹത്തോടുള്ള നിയമമാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. എന്നാൽ വ്യക്തികളോട് ദൈവം ചിലരോട് പ്രത്യേക നിയമം ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ വചനം പ്രസംഗിച്ചപ്പോൾ അബ്രഹാമിനോടും അവൻ്റെ സന്താന പരമ്പരകളോടും നിയമം ചെയ്ത് അതിൻ്റെ അടയാളം ശരീരത്തിൽ വേണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ രാത്രി. അതല്ലേ പറയാം, അതിൻ്റെ അടയാളം ശരീരത്തിൽ വേണം. ആ നിയമത്തിൻ്റെ അടയാളം അവർ ഓർക്കണം, മറക്കാൻ പാടില്ല. അവരുടെ ശരീരം നോക്കിയാൽ ഞാനും ദൈവവുമായിട്ട് നിയമം ചെയ്തതാണെന്ന് ശരീരത്തിൽ അടയാളം വേണമെന്ന് പറഞ്ഞ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം മറക്കില്ല എന്നും ലംഘിക്കില്ല എന്നും ദൈവം സത്യം ചെയ്തിരിക്കുന്നതാണ്. അതവൻ്റെ സന്താന പരമ്പരകൾക്ക് നിവർത്തിച്ചു കൊടുക്കുമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യേശുവിനെ തള്ളിയെങ്കിൽ പോലും ഇനി ഒരു ദിവസം അവരെ തിരിച്ചെടുക്കുന്ന ദിവസം. മാത്രമല്ല ദൈവം ഇതുപോലെ നിയമം മനുഷ്യരോട് ചെയ്തു. നോഹ, ഭൂമിയിലെ സകല മനുഷ്യരും പാപം ചെയ്ത് തെറ്റിപ്പോയി, സകല മനുഷ്യരും വഷളായി, കൊള്ളാവുന്ന ഒരെണ്ണമില്ല. അതിന് നടുവിൽ നോഹയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളും അവരുടെ ഭാര്യമാരും, അത്ര പേരും മാത്രം, വെറും 8 പേർ നീതിമാന്മാരായി ദൈവം കണ്ടപ്പോൾ, ദൈവ ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ, അവരെ രക്ഷിച്ച് ബാക്കിയുള്ളവരെ മുഴുവൻ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ നിയമം ചെയ്യുന്നു. എന്താണ് നിയമം? ഇനി മേലാൽ ഇങ്ങനെ ലോകത്തെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കില്ല. ആകാശത്തിൽ അതിൻ്റെ വില്ല് വെക്കുന്നു, മഴവില്ല് വെക്കുന്നു. മഴവില്ല് കാണുമ്പോൾ ദൈവം പറയുന്നു, അന്ന് പറഞ്ഞ നിയമം ഞാൻ ഓർക്കുന്നു. നോഹയോട് ചെയ്ത നിയമം, ജനത്തോട് ചെയ്ത നിയമം, അങ്ങനെ ഓരോരുത്തരോടും ദൈവം നിയമം ചെയ്തു. ഒരു സിഗ്നിഫിക്കൻ്റ് നിയമം കൂടി ഞാനൊന്ന് ചൂണ്ടിക്കാട്ടാം. അത് വാസ്തവത്തിൽ ദാവീദിനോട് ചെയ്ത ഒരു നിയമമാണ്. ദാവീദിനോട് സ്പെഷ്യൽ നിയമം ചെയ്തു. ആ നിയമം എന്താണെന്ന് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 ശമൂവേൽ ചാപ്റ്റർ 7. എന്താണ് അവിടെ സംഭവിച്ച നിയമം എന്നറിയാമോ? ദൈവം ദാവീദിനോട് പറയുകയാണ്, 17-ാം അധ്യായം 8-ാം വാക്യം, ആകയാൽ നീ എൻ്റെ ദാസനായ ദാവീദിനോട് പറയുന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിൻ്റെ പേർ വലുതാക്കും. നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന സന്തതിയെ നിൻ്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിൻ്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ്റെ നാമത്തിൻ്റെ ആലയം പണിയും ഞാൻ അവൻ്റെ രാജ്യത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. നിൻ്റെ ഗ്രഹവും നിൻ്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിൻ്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും. രാജാവിനോട് പറയാണ്, നിത്യസിംഹാസനം തൻ്റെ ഭരണകാലത്ത് മാത്രമല്ല, നിത്യസിംഹാസനം ദാവീദിന് കൊടുക്കുന്നു. ദൈവം നിയമം ചെയ്ത കാര്യമാണ്. എന്നാൽ തൻ്റെ മക്കളാരും ഈ കൃപയിൽ നിന്നില്ല. വലിയ മിടുക്കന്മാനെ കൊടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം സ്പെഷ്യലായിട്ട് ദൈവം അവന് കൊടുത്തു. പക്ഷെ അവൻ്റെ ഹൃദയം ദൈവസന്നിധി ഏകരമായിരുന്നു. അവൻ ലോകത്തിൻ്റെ പുറകെ പോയി, അവൻ ജഡത്തിൻ്റെ പുറകെ പോയി, അവൻ ലൈംഗികതയുടെ പുറകെ പോയി, തകർന്നുപോയി. അവന് സന്താന പരമ്പരകൾ മിക്ക പേരും അതിനകത്ത് നിന്നില്ല. അപൂർവം ചിലരേ ഉള്ളൂ ഭക്തിയിൽ നിന്നത്. അവസാനം അവർ തന്നെ രക്ഷകനായി യേശുവിനെ കൊന്നു.
എന്നിട്ടും അവനോട് ദാവീദിനോട് വാക്ക് പറഞ്ഞു, നിന്റെ സിംഹാസനം ഞാൻ എന്നേക്ക് സ്ഥിരമാക്കും, നിനക്ക് സ്ഥിരമായ സിംഹാസനം തരുമെന്ന്. ദൈവം പാലിച്ചോ? എന്താ ചെയ്തെന്നറിയോ? തൻ്റെ പുത്രൻ, ഒരിക്കലും തോക്കാത്ത ദൈവപുത്രനെ ദാവീദിൻ്റെ കുടുംബത്തിൽ ജനിപ്പിച്ചു. ഈ വാക്ക് നടത്തിക്കാൻ ദാവീദിൻ്റെ കുടുംബത്തിൽ അവനെ ജനിപ്പിച്ച് അവൻ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കുമെന്നല്ലേ വാക്ക് പറഞ്ഞത്? അത് പാലിച്ച ദൈവം. അപ്പം ദൈവത്തിൻ്റെ വാക്ക് പാലിപ്പിൻ്റെ ഭയങ്കരത്വം, വിശ്വസ്തത ഇന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാട്ടുക. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മറിഞ്ഞാലും, അനേകർ തോറ്റാലും, ഒന്നുകൂടെ പറയുന്നു, അനേകർ തോറ്റാലും ജയിക്കുന്നവനോട് തൻ്റെ വാക്ക് ദൈവം നിവർത്തിക്കും. തലമുറകൾ കഴിഞ്ഞാലും ദൈവം നിർണയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുണ്ട്. ആ വിളിക്കപ്പെടുന്നവരുടെ തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കും. ഫണ്ടമെൻ്റൽ റീസൺ ഞാൻ പറയുന്നു, അടിസ്ഥാന കാരണം. എന്താണ് ദാവീദിനോട് ഇത്ര വലിയൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞത്? എന്താ കാരണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ. ദാവീദ് പറയുകയാണ്, ദൈവത്തിനൊരു ആലയം എനിക്ക് പണിയണം. അത് കീർത്തി കൊണ്ട് അത്രയും മഹത്വമുള്ളൊരു കെട്ടിടം അഖിലാണ്ടത്തിലുണ്ടായിരിക്കാൻ പാടില്ല. തൻ്റെ ലക്ഷ്യം അത്രയും മഹത്വമുള്ളൊരു കെട്ടിടം അഖിലാണ്ടത്തിലുണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ആലയം ദൈവത്തിന് ഉണ്ടാക്കി കൊടുക്കണം. ആലയം ദൈവത്തിന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരാരാധന കമ്പമുള്ളവനായിരുന്നു. ദൈവമെന്ന് കേട്ടാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഓരോ രോമവും എഴുന്നേക്കും, രോമാഞ്ചം കൊള്ളും. തൻ്റെ സിംഹാസനത്തെക്കാൾ തനിക്ക് വലുത് ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ ആരാധനയുമായിരുന്നു. താൻ രാജാവായ തുടക്കത്തിൽ താൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. 1 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ സിംഹാസനത്തിൽ കയറിയ ഉടൻ താൻ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. എൻ്റെ മുൻഗാമി ശൗൽ, മിടുക്കൻ രാജാവ്, ഇസ്രയേലിൽ ഏത് മനുഷ്യരെക്കാളും സൂപ്പർ, അദ്ദേഹത്തിൻ്റെ അത്രയും വലിയ മിടുക്കനായ ഒരാൾ ഇസ്രയേലിൽ ഉണ്ടായിരുന്നില്ല. അവനെയാണ് രാജാവായിട്ട് കൊടുത്തത്. പക്ഷേ താൻ 40 വർഷം ഭരിച്ചിട്ടും ദൈവസിംഹാസനമായ നിയമപ്പെട്ടകം അവൻ്റെ കാലത്ത് എവിടെയോ ഒരിടത്ത്. അയാളത് ശ്രദ്ധിച്ചില്ല. അയാളുടെ മിടുക്കുകൊണ്ട് ഭരിക്കാൻ വിചാരിച്ചു, അയാളുടെ കഴിവ് കൊണ്ട് ഭരിക്കാൻ തുടങ്ങി. തൻ്റെ ജീവിതം മുഴുവൻ പരാജയമായിരുന്നു. അവസാനം ഭൂതം ബാധിച്ച് ഒരുതരം ഭ്രാന്തനെപ്പോലെ അവൻ ജീവിച്ചു. അയാളുടെ ജീവിതം തോൽവിയായിരുന്നു. ദാവീദ് സിംഹാസനത്തിൽ കയറി ഉടൻ പറയാണ്, ആ പെട്ടകം എൻ്റെ അടുക്ക കൊണ്ടുവരണം. എൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്ത് ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കണം. എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഈ ജനത്തെ ഭരിക്കണ്ട. എൻ്റെ ആലോചന പോലെയല്ല, ദൈവം എന്നെ ഭരിക്കണം, എൻ്റെ രാജ്യത്തെ ഭരിക്കണം. ദൈവം എൻ്റെ രാജ്യത്തിൻ്റെ രാജാവായിരിക്കണം. ആഘോഷപൂർവം അവനെതിനെ കൊണ്ടുവന്നു. ആഘോഷപൂർവം അതിൻ്റെ മുമ്പിൽ നടന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്രയും സ്ഥാനത്തിരിക്കുന്നവൻ ഇങ്ങനെ ജനത്തിൻ്റെ മുൻപാകെ ഓർഡിനറി ഫെലോ പോലെ, വെറും സാധാരണക്കാരനെ പോലെ തുള്ളാൻ തുടങ്ങിയപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടക്കേട് തോന്നി. പക്ഷേ ദാവീദ് രാജാവ് പറഞ്ഞു, എന്നെ പുൽപ്പുറത്ത് നിന്ന്, നിൻ്റെ അപ്പനെ മാറ്റിയിട്ട് പുൽപ്പുറത്ത് നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് രാജാവാക്കിയ ഈ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും, ഞാൻ ആരാധിക്കും, ഞാൻ സ്തുതിക്കും, ഇനി സ്തുതിക്കും, ഞാൻ അധികം നൃത്തം ചെയ്യും. ഒന്നുകൂടെ പറയുന്നു, ആരാധന തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഭൂമിയിലെ എത്ര ദിവസത്തെക്കാൾ ദൈവസാന്നിധ്യത്തിന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസം അത്രയ്ക്ക് മഹത്വമുള്ളതാണ്. സങ്കീർത്തനത്തിലെ പൊതുവെയുള്ള ഭാഷ, മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം ദൈവത്തിനായി കാക്ഷിക്കുന്നു. ആരാധനയ്ക്ക് കമ്പം കയറിയ കുറേ മനുഷ്യരുണ്ട്, അതിൽ നാണമില്ലാത്ത കുറേ മനുഷ്യരുണ്ട്. തങ്ങളെ തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യനെ ദൈവം വിളിച്ചിരിക്കുന്നു. ഈ ശ്വാസം തന്നത് ദൈവമല്ലേ? ഈ ആരോഗ്യം നൽകിയത് ദൈവമല്ലേ? ഈ കഴിവുകൾ നൽകിയത് ദൈവമല്ലേ? ബാക്കി എല്ലാത്തിനും ഈ കഴിവുകൾ ഉപയോഗിക്കുന്നില്ലേ? ഈ ആരോഗ്യം ഉപയോഗിക്കുന്നില്ലേ? ഈ ശബ്ദം ഉപയോഗിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ശക്തിയും ആരോഗ്യവും ഉപയോഗിക്കേണ്ടത് ഈ ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനുമല്ലേ? അതിന് തയ്യാറായ ദാവീദിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു സിംഹാസനം തരും.
നിന്റെ സിംഹാസനം നിന്റെ കാലത്ത് അവസാനിക്കില്ല, സ്ഥിരമായ സിംഹാസനം തരും എന്ന് വാക്ക് പറഞ്ഞതുപോലെ ഇന്ന് പകൽ ജനത്തോട് പറയാനുള്ള എനിക്കുള്ള ദൈവനിയോഗം, തൻ്റെ വചനം പാലിക്കുന്നവനെ, തന്നെ ആരാധിക്കുന്നവനെ, തന്നെ ബഹുമാനിക്കുന്നവനോടുള്ള വാക്ക് ദൈവം പാലിച്ചിരിക്കും. അതിനെതിരെ എന്തു സംഭവിച്ചാലും, എന്തെല്ലാം തകർച്ചകൾ ലോകത്തിൽ കൊണ്ടുവന്നാലും, ഭൂതം അതിൻ്റെ നേരെ ഇളകി വന്നാലും, പാതാളം അതിൻ്റെ ശക്തികളും ആസൂത്രണങ്ങളും കൊണ്ട് നിങ്ങൾക്ക് കേടുവരുത്താൻ അഖിലാണ്ടത്തിൽ എന്തൊന്നെല്ലാം പദ്ധതി ചെയ്താലും ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പാകെ നിൽക്കാൻ അതിന് കഴിയില്ല. ദാവീദിൻ്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം വാതിൽ തുറക്കാൻ കഴിവുള്ളവൻ, ഒന്നും നടക്കില്ല എന്ന് ലോകം പറയുമ്പോഴും ബലമുള്ള ഭുജമുള്ളവൻ, നീട്ടിയ കരമുള്ളവൻ, അവൻ പ്രവർത്തിച്ചാൽ അതിനെതിരെ വരാൻ അഖിലാണ്ടത്തിലൊരു ശക്തിക്ക് കഴിയില്ല. മുഴു ശക്തിയും കൂടെ എതിരെ നിന്നാലും അവിടുത്തെ ഒരു വാക്ക് പറയുമ്പോൾ സകല ശക്തികളും താളടിയാകും എന്ന് പണ്ടത്തെ പോലെ ഇന്നും ജനം വിശ്വസിക്കണം. അസാധ്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ജീസസ് പലതും സംഭവിക്കാതെ വന്നപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചിട്ടില്ലേ? ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടില്ലേ? അതെല്ലാം നിർത്തിയിട്ട് ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, സന്ദേശമായി പറയുന്നു, എൻ്റെ വാക്ക് ഞാൻ പാലിക്കും, എൻ്റെ നിയമം ഞാൻ പാലിക്കും. വ്യക്തിപരമായി ചിലതരോട് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറഞ്ഞത് ഓർമ്മയുണ്ടോ? ചില പ്രവചനങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കാലങ്ങൾ കഴിഞ്ഞാൽ മറന്നുപോയി, അത് സംഭവിക്കില്ല. അതെല്ലാം അന്ന് പ്രവാചകൻ പറഞ്ഞു, എല്ലാം നിങ്ങൾക്കും ഉറപ്പ് തന്നതാണ്. എന്നാലും അത് മറന്ന് ജീവിക്കുന്ന ജനമേ, വ്യക്തിയെ, ഇന്ന് പകൽ ആത്മാവിനാൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം അത് മറക്കില്ല. 1000 വർഷം മുമ്പ് പറഞ്ഞത് ഇന്നലെ പറഞ്ഞതുപോലെ ഓർക്കുന്ന ദൈവം തൻ്റെ വാക്ക് നിവർത്തിക്കും. വാക്തത്വം കൈക്കൊള്ളവർ അന്തരംഗത്തിൽ ഉറപ്പായി ഇന്ന് പകൽ എഴുതി വെക്കട്ടെ. ഇതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്ത് എഴുതി വെക്കൂ. ദൈവം തൻ്റെ വാക്തത്വങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നവനല്ല. ദൈവം തൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കാലതാമസമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതിൻ്റെ കൃത്യസമയത്ത് നിവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്നും അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുമെന്നും ഇന്ന് പകൽ ഇതിനകത്ത് ഈ ദോഹയിലുള്ള ദൈവജനത്തോട് ദൈവം പറയുന്നു. ആമേൻ. പക്ഷേ ചുമ്മാതെ നിവർത്തിച്ച് കിട്ടില്ല. ഈ വചനം അനുസരിക്കുന്നവനെ നിവർത്തിച്ച് കിട്ടുകയുള്ളൂ. ആത്മീയ ആരാധനയിൽ യാതൊരു തരത്തിലും കുറവ് വരുത്താതെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ ജനം തയ്യാറാവണം. ആരാധനയിൽ വലിയ വലിയ ശക്തി ഉണ്ട് എന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങൾ. അതേന്നെ, ചില ആളുകൾ ചോദിക്കും, ആരാധനയിൽ വിടുതലുണ്ടെന്ന് വേദോസ്വറുണ്ടോ എന്ന്. ആരാധിച്ചു നോക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലല്ലേ വിടുതൽ? അല്ലേ? ദൈവത്തിൻ്റെ സന്നിധി എന്നെ ചുമ്മാ കാണാൻ വന്നാണോ? കേൾക്കാൻ വന്നാണോ? കാഴ്ചയും കേൾവി അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രധാന ഭാഗം ആരാധനയാണെന്നറിയാമോ? ദൈവസന്നിധിയിലെ ഏറ്റവും പ്രധാന ഭാഗം ആരാധനയാണ്. ആ ആരാധനയുടെ ഭാഗമാണിതെല്ലാം. ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പറയാം. ചിലത് ശരിക്കും ദൈവശക്തിയോട് ആരാധിക്കുന്ന ജനത്തിന് നടുവിൽ എല്ലാ തരം വിടുതലുകളും നടക്കുന്നു, എല്ലാ സൗഖ്യവും നടക്കുന്നു, എല്ലാ സൗഖ്യവും നടക്കും. എൻ്റെ ഭാര്യ കുറേ സഹോദരിമാരോട് വൈകി യോഗം നടത്താൻ പോകും. സ്ത്രീകളെ വിളിച്ചു കൂട്ടി യോഗം നടത്താൻ പോകും. പക്ഷേ ആ യോഗത്തിൽ പ്രധാന ഒരു ഭാഗം ആത്മാവിലുള്ള ആരാധനയാണ്. നട്ടലിൻ്റെ കണ്ണി അകന്ന് ബെൽറ്റ് വിട്ട് വന്നിരിക്കുന്ന മനുഷ്യർ ഒരു ദിവസത്തെ ആരാധന കഴിയുമ്പോൾ ബെൽറ്റ് ഊരിക്കളഞ്ഞ് സുഖമാകുന്ന സംഭവങ്ങൾ അനവധി. ഒരു ദിവസം ഞങ്ങളൊരു കാത്തിരിപ്പ് യോഗം നടത്താൻ പോയി. ഈ സഭകൾ നിർജീവമായി തീർന്നിരിക്കുന്ന കാലം ആത്മാവിനോട് പറഞ്ഞു പോയി കാത്തിരിപ്പ് യോഗം നടത്താൻ. അങ്ങനെ ഞാൻ സംഘം കൂട്ടി പോയി കാത്തിരിപ്പ് യോഗം നടത്താൻ. ഒരു സെക്ഷൻ വിളിച്ചു കൂട്ടി. അപ്പോൾ യോഗം വിളിച്ചു കൂട്ടി. ഞങ്ങളുടെ കാത്തിരിപ്പ് യോഗത്തിനൊക്കെ പ്രത്യേക രീതിയാണ്. ഇച്ചിരി പഴയ ബന്ധിക്കോസുകാരനാണ് ഞാൻ. അതുകൊണ്ട് യോഗങ്ങൾ കസേരയിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാധാരണ അങ്ങനെ കസേരയിടില്ല. ഞാൻ പോയി തറയിലിരിക്കും. ഞാൻ പോയി തറയിലിരുന്നാൽ പിന്നെ പൊതുവെ അധികം ആരും വന്ന് മേളിലിരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെയാണ് സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ യോഗം നടക്കുന്നു, ആളുകളെല്ലാം വന്നിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരി സ്ത്രീ, ഒരു പാസ്റ്ററുടെ ഭാര്യ
വന്ന് കസേരയിലിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ളതാണ് ഇവരൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ ഒന്നും പറഞ്ഞില്ല. യോഗം അങ്ങോട്ട് തുടങ്ങി. കുറേ അങ്ങോട്ട് കഴിഞ്ഞു. ആത്മസാന്നിധ്യം ഇറങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഈ സ്ത്രീ എഴുന്നേറ്റ് തുള്ളുന്നു, ഡാൻസ് ചെയ്യുന്നു, കൂത്തിച്ച് ഡാൻസ് ചെയ്യുന്നു. ഉച്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൾ പോയി തറയിരിക്കുന്നു. കാര്യം ചോദിച്ചോ പറഞ്ഞു, എല്ലാ ജോയിൻസിനും വേദനയായിരുന്നു. നമുക്ക് തറയിരിക്കാൻ പറ്റില്ല. അവളുടെ ശരീരം വഴങ്ങില്ല. ആ ഒരൊറ്റ ആരാധനയിൽ അവളുടെ മുഴു ജോയിൻസും സ്വതന്ത്രമായി. അന്ന് സ്വതന്ത്രമായി, ഇന്നും സ്വതന്ത്രമാണ്. ഉണ്ടെന്നേ, ആത്മശക്തിയിൽ വിടുതലും സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ കൂടെ ഇങ്ങനെയുള്ള യോഗങ്ങൾക്കും ഉണർവയോഗത്തിനുമൊക്കെ വരുന്ന ചില ആളുകളുണ്ട്. അതിലൊരാൾ കുറച്ച് നാളായിട്ട് ഇച്ചിരൊക്കെ ഒന്ന് കുറഞ്ഞ്, ചിലവരുടെ ഡാൻസേഴ്സൊക്കെയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഡാൻസുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഏണോ, ഞാൻ ഡാൻസിൽ വിശ്വസിക്കുന്ന ആളാണ്. ആത്മാവിലുള്ള നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനല്ലേ സംഘത്തിൽക്കാർ പറഞ്ഞിരിക്കുന്നത്? അതെന്നെ വചനം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാൻ ഇച്ചിരി പഴയ പെന്തിക്കോസല്ലേ, ട്രഡീഷണൽ പെന്തിക്കോസല്ലേ, മോഡേൺ പെന്തിക്കോസ് അല്ലല്ലോ, ന്യൂ ജനറേഷൻ അല്ലല്ലോ, ഓൾഡ് ജനറേഷൻ അല്ലേ. അപ്പം അതിൻ്റെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നിൽ കാണുമല്ലോ. റൈറ്റ്. അങ്ങനെ ഇരിക്കുന്നതിന് ഒരു ദിവസം ഒരു പള്ളി പ്രതിഷ്ഠിക്കാൻ പോയതാണ്. പള്ളി പ്രതിഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവിനോട് പറഞ്ഞു, പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ആത്മാവിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാൻ. അതിനുശേഷം ഞങ്ങൾക്ക് നല്ല യോഗങ്ങൾക്ക് ആരാധിക്കണം, ഡാൻസ് ചെയ്യണം. ഞങ്ങൾ ഡാൻസ് ചെയ്യും, ഞാൻ ഡാൻസ് ചെയ്യും, എൻ്റെ വൈഫ് ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യുന്നൊരു സംഘം ആളുകളുണ്ട്. അങ്ങനെ ഒരു യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആൾ വന്നതിനോട് പറഞ്ഞു, സാറേ എനിക്ക് കുറച്ച് നാൾ കൊണ്ട് കൈവക്കാൻ മേല, എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. നീ നല്ല ഡാൻസറായിരുന്നു, നീ ഇപ്പോൾ ഡാൻസ് ചെയ്യത്തില്ല, നീ ഇപ്പം ഉണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ആരാധിച്ച് ജയമെടുത്തോണം, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല. ഒരാളങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇഷ്ടക്കേട് തോന്നും. പക്ഷേ ഐ ഡിഡ് ഇറ്റ്. എനിക്ക് സ്വാധീനമുള്ള കുട്ടികളാണ്. യോഗം കഴിഞ്ഞു, യോഗം അങ്ങോട്ട് തുടങ്ങി, ആത്മപ്രവൃത്തി വന്നു, ഇയാളങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി, ഡാൻസ് ചെയ്യാൻ തുടങ്ങി. യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ദേ 2 കൈ. ഞാൻ ഒന്നുകൂടെ പറയാം, സകലത്തിലും സ്വാതന്ത്ര്യമുണ്ട്, വിടുതലുണ്ട്, ശക്തിയുള്ള ദൈവാരാധനയും. പഴഞ്ചൻ രീതികൾ മാറ്റി. ഞാൻ ഇന്നാരാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, പൈസയുള്ള ആളാണ് എന്നും പറഞ്ഞൊന്നും ഇരിക്കാതെ ദാവീദ് രാജാവിനേക്കാൾ കൂടിയ പുള്ളികളാണോ നമ്മൾ ആരെങ്കിലും? ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പാകെ അർപ്പിച്ച് സ്തുതിക്കാൻ തുടങ്ങൂ, ആരാധിക്കാൻ തുടങ്ങൂ. ആരാധിക്കാൻ തുടങ്ങിയാൽ നിന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം പാലിച്ചിരിക്കും. നിൻ്റെ മക്കളോടും പാലിച്ചിരിക്കും, തലമുറകളോടും പാലിച്ചിരിക്കും. ഒന്നുകൂടെ ചേർത്ത് പറയുന്നു, അതിൽ ചിലതിനെ ചൂണ്ടിക്കൊണ്ടുപോകാൻ പിശാച് തൻ്റെ പദ്ധതികളിട്ട് തകർച്ചകൾ എത്ര കുടുംബങ്ങൾ. അതിൻ്റെ നടുവിലും ആത്മാവിൽ ആരാധിക്കുന്ന നീ പാതാളത്തിൻ്റെ ശക്തിയെ കാണും, അതിൻ്റെ ആസൂത്രണങ്ങളെ നീ നിർവീര്യമാക്കി കളയും. നിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ മുമ്പാകെ നിൽക്കാൻ, നിൻ്റെ ആത്മാവുള്ള പ്രാർത്ഥനയുടെ മുമ്പാകെ നിൽക്കാൻ ഒരു പാതാള ശക്തിക്കും കഴിയില്ല എന്ന് ഇന്ന് പകൽ ഞാൻ തറപ്പിച്ച് പറയുന്നു. അതിനെ പിടിച്ചു കെട്ടാനുള്ള അധികാരം ആത്മശക്തിയിലുണ്ട്, ആത്മവ്യാപാരത്തിലുണ്ട്. ഇന്ന് പകൽ ഇത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തം പാലിക്കും. നിയമം ചെയ്യുന്ന ദൈവമാണ്. പക്ഷേ ഇങ്ങോട്ട് നിയമം ചെയ്യുമ്പോൾ തിരിച്ചങ്ങോട്ട് പറയണം, അങ്ങോട്ട് ഇഷ്ടം പോലെ ജീവിച്ചോളാം. അത് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം ഈ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന അല്ലെന്നേ. അങ്ങനെ വാഗ്ദത്തം ഫ്രീ അല്ല. വാഗ്ദത്തത്തിന് ദെർ ആർ കണ്ടീഷൻസ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? ഈ പുസ്തകം അനുസരിച്ച് ജീവിച്ചോളാം. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം തൻ്റെ വാക്ക് പാലിക്കും. Get into a serious covenant with God. Don't take it lightly. ഇതിനെ നിസ്സാരമായി കരുതരുത്. ഞാൻ അരുളപ്പാട് വിളിച്ച് പറയാണ്, Don't take it lightly. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് ക്ഷീണിച്ചിരിക്കുന്നവരോട് ഇന്ന് ജീവൻ പുതുക്കാൻ, വിശ്വാസം പുതുക്കാൻ, ഏറ്റുപറയാൻ തയ്യാറാവൂ. അങ്ങ് പറഞ്ഞ കാര്യം നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അങ്ങയുടെ വാഗ്ദത്തം നിവർത്തിക്കാൻ പോകുകയാൽ സ്തോത്രം. തലവണക്കമോ? ചില ഉള്ളങ്ങൾ ഇന്ന് പകൽ പ്രത്യേകം ബലം ഏറ്റെടുക്കാൻ തയ്യാറാവട്ടെ. കാര്യങ്ങളുടെ മുടക്കം കൊണ്ട് ക്ഷീണിച്ചു പോയ വ്യക്തികൾ, മനോഭാരപ്പെട്ടിരിക്കുന്നവർ, ഇന്ന് പകൽ ഈ വചനം കൈക്കൊള്ളൂ. വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയിലേക്ക് പ്രവേശിക്കൂ. കാര്യങ്ങൾ സാധിപ്പിച്ച് തരാതിരിക്കാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നിങ്ങളുടെ മനസ്സിൽ ഭാരമിട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയുടെ പ്രവൃത്തിയെ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയും. അന്തരീക്ഷങ്ങൾ വിപരീതമാക്കി മടിപ്പിക്കാൻ നിൽക്കുന്ന ആ ശക്തിയുടെ മേൽ ഇന്ന് പകൽ ജയമെടുക്കാൻ ആര് തയ്യാറാവും? വാക്ക് തറപ്പിച്ച് പറയൂ. ആത്മശക്തിയുടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാവൂ. ആ വിപരീത ശക്തികളുടെ ബലം ഇന്ന് പകൽ കെടുത്തിക്കളയാൻ ഒരുങ്ങുമോ? ഒരു നിമിഷം. ജീസസ്, ജീസസ്. ഒരു സ്വല്പസമയം എഴുന്നേറ്റിരിക്കോ. വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒരു പ്രവൃത്തിയിലേക്ക് ഇന്ന് പകൽ ആത്മാവ് വിളിക്കുന്നു. ഒരു നിവർത്തിക്ക് വേണ്ടി ആത്മാവ് വിളിക്കുന്നു. Come on, enter into it. ആധരം തുറന്ന്, ഹൃദയം തുറന്ന് ഇന്ന് പകൽ ദൈവത്തോടൊന്ന് സംസാരിക്കാൻ തയ്യാറാവൂ. ശരീരത്തെ ഒന്ന് സ്വതന്ത്രമാക്കി കൊടുക്കാൻ തയ്യാറാവൂ. ആളത്വത്തെ ഒന്ന് സ്വതന്ത്രമാക്കി കൊടുക്കാൻ തയ്യാറാവൂ. Jesus, mighty God, mighty God, mighty God. Rushamadara hatidi bigadalasi. ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വാഹിച്ചു, പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വാഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകാവെ ചെങ്കടലിൽ മുങ്ങിപ്പോൾ, ശത്രുഗണം ഒന്നാകാവെ ചെങ്കടലിൽ മുങ്ങിപ്പോൾ, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ല ഇനികൾ, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ല ഇനികൾ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ഓ ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും.
വാദ്യഘോഷങ്ങളോടെ നാം ജയത്തിന്റെ പാട്ടുകൾ, വാദ്യഘോഷങ്ങളോടെ നാം ജയത്തിന്റെ പാട്ടുകൾ ആഘോഷമായി പാടിടുക ശുദ്ധിമാത്മ സഭയിൽ, ആഘോഷമായി പാടിടുക ശുദ്ധിമാത്മ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ. നായകനായി ഉള്ളതിന ജയം ജയം വിജയം, നായകനായി ഉള്ളതിന ജയം ജയം വിജയം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ 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 ജയമേ, ഹല്ലേലൂയ 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 ജയമേ, ഹല്ലേലൂയ 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 ആമേൻ, ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ജയമേ, ഹല്ലേലൂയ 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 ജയമേ, ഹല്ലേലൂയ 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 ആമേൻ, ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ജയമേ, ഹല്ലേലൂയ 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 ജയമേ, ഹല്ലേലൂയ 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 ആമേൻ, ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ.